നമസ്കാരം. തലസ്ഥാനത്ത് BJP LDF പോരിൽ തകർന്നത് പ്രശാന്തിന്റെ മുഖംമൂടി. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച BJP സത്യത്തിൽ പണി തുടങ്ങി എന്ന് പറയാം. അധികാരമാറ്റത്തിന് പിന്നാലെ തലസ്ഥാനത്ത് CPM BJP പോര് കനക്കുകയാണ്. അതുകൊണ്ട് തന്നെ അക്ഷരാർത്ഥത്തിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള തുടക്കമാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നല്ലേ നമ്മൾ പലപ്പോഴും കരുതിയിരുന്നത്? എന്താണ്? CPM-നെ ഒക്കത്തിരുത്തി കോൺഗ്രസിനെ നിലംപരിശാക്കുന്ന ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയമായിരുന്നു BJP മുന്നോട്ട് വെക്കുന്നത് എന്നായിരുന്നല്ലോ നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ തെറ്റി, പാടെ തെറ്റി. അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ CPM-നുള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ള അഴിമതികൾ എന്തൊക്കെയാണ് എന്ന് എടുത്ത് പുറത്തിടുവാൻ ഈ ഒരു തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം മാത്രം മതി BJP-ക്ക്. ആ CPM-ന്റെ ഭരണത്തിന്റെ അഴിമതികൾ ഓരോന്നോരോന്നായി, ഭരണത്തിന്റെ ഈ അധികാര കൈമാറ്റം അങ്ങോട്ട് നടന്നു കഴിഞ്ഞില്ല, അതിനു മുമ്പ് തന്നെ ഓരോന്നോരോന്നായി പുറത്തു വന്നു തുടങ്ങി. അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ മുമ്പ് കരുതിയിരുന്നത് CPM-ഉം BJP-യും സൈലന്റായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരിക്കുമെന്നാണ്. പക്ഷെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ കേരളത്തിൽ നടക്കാൻ പോകുന്നത് BJP-യും കോൺഗ്രസും തമ്മിലുള്ള നേർക്കുനേർ ഫൈറ്റ് എന്നാണ്. അത് തന്നെയാണ്, അത്തരത്തിലുള്ള ഒരു പോരാട്ടമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത്. കാരണം CPM-നെ അപ്രസക്തമാക്കുക എന്നതാണ് BJP-യുടെയും ലക്ഷ്യം. ആ യാത്രയിലാണ് അവർ. അതിൽ ഒന്നാമത്തെ ആണി ഈ തിരുവനന്തപുരം നഗരസഭയിൽ കോർപ്പറേഷനകത്ത് അടിച്ചു കഴിഞ്ഞു NDA. ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം BJP പിടിച്ചതിന് പിന്നാലെ നമുക്കറിയാം, ഈ ഓഫീസ് മുറിയെ ചൊല്ലി ശാസ്തമംഗലം കൗൺസിൽ R ശ്രീലേഖയും വട്ടിയൂർക്കാവിന്റെ MLA ആയിട്ടുള്ള VK പ്രശാന്ത് MLA-യും തമ്മിലുള്ള തർക്കങ്ങൾ. ആ തർക്കത്തില് കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വട്ടിയൂർക്കാവ് MLA-യുടെ മണ്ഡല ഓഫീസ് വാടക എന്ന് പറയപ്പെടുന്ന 871 രൂപയാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതായത് ഒരു നഗരമധ്യത്തിൽ 300 സ്ക്വയർ ഫീറ്റ് മുറിയിൽ ഈ 871 രൂപ നിരക്കിലാണ് അദ്ദേഹത്തിന്റെ MLA ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നത് എന്നുള്ളതാണ്. നിയമസഭയിൽ നിന്നും അപ്പോൾ വാടക ഇനത്തിൽ ഒന്നും കൈപ്പറ്റുന്നില്ലേ? കൈപ്പറ്റുന്നല്ലോ. അത് വലിയ തുകയാണ് എന്നും അതിൽ അന്വേഷണം വേണമെന്നും സ്പീക്കർക്ക് പരാതി ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ MLA ഓഫീസിന് ഇളവ് അനുവദിക്കാമെന്നും, എന്നാൽ ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തികൾക്ക് തുച്ഛമായ വാടകയ്ക്ക് കെട്ടിടങ്ങൾ നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും മേയർ VV രാജേഷ് അടക്കം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഒന്നാമത്തെ ആണിയുടെ കാര്യം ഞാൻ ഈ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ MLA-ക്ക് ഓഫീസ് അലവൻസ് ആയിട്ട് കിട്ടുന്നത് എന്തൊക്കെയാണ്? അല്ലെങ്കിൽ അഥവാ ഈ മണ്ഡലം അലവൻസ് ആയിട്ട് കിട്ടുന്നത് എന്തുവാ? 25,000 രൂപയാണ്. ടെലിഫോൺ അലവൻസ് ആണെങ്കിലോ 11,000 രൂപ. ഇൻഫർമേഷൻ അലവൻസ് ആണെങ്കിൽ 4,000 രൂപ. സൽക്കാരത്തിനും മറ്റുമായിട്ട് 8,000 രൂപ. യാത്രാബദ്ധ എന്ന് പറയപ്പെടുന്ന 20,000 രൂപ എന്നിവയൊക്കെ കൂടെ ചേർക്കുമ്പോൾ മാസം ഒരു 70,000 രൂപ ആ ഇനത്തിൽ ലഭിക്കും. MLA-മാർക്ക് ശമ്പളം എന്ന പേരിൽ നൽകുന്നത് 2,000 രൂപയാണ്. കേരളത്തിനകത്തും പുറത്തുമുള്ള റോഡ് യാത്രയ്ക്ക് കിലോമീറ്ററിന് 10 രൂപ യാത്രാബത്ത നിരക്കിൽ കിട്ടുകയും ചെയ്യും. ഇനി ട്രെയിൻ യാത്ര, ഫസ്റ്റ് ക്ലാസ് AC, കിലോമീറ്ററിന് 1 രൂപ കിട്ടുന്ന വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കാൻ ലഭിക്കുന്നു. വർഷം ഏകദേശം 3 ലക്ഷം രൂപ അങ്ങനെ തന്നെയുണ്ട്. നിയമസഭാ സമ്മേളനം ഉൾപ്പെടെ ഔദ്യോഗിക യോഗങ്ങളിൽ പങ്കെടുക്കുവാൻ പ്രതിദിന അലവൻസ് കേരളത്തിനകത്താണെങ്കിൽ 1000 രൂപ, പുറത്താണെങ്കിൽ 1,200 രൂപ. യോഗങ്ങളിൽ പങ്കെടുക്കുവാൻ വിമാനയാത്രാ കൂലി വർഷം ഏകദേശം ഒരു 50,000 രൂപ. മെട്രോപൊളിറ്റൻ നഗരങ്ങൾ സന്ദർശിക്കുമ്പോൾ നൽകുന്ന ആനുകൂല്യം എന്ന് പറയപ്പെടുന്ന 3,500 രൂപ. ചികിത്സാ ചെലവ് എന്ന് പറയപ്പെടുന്ന പൂർണ്ണമായിട്ടും സർക്കാർ നൽകും. പലിശരഹിത വാഹന വായ്പ ലഭിക്കുന്നു. 10 ലക്ഷം രൂപ വരെ അത് ലഭിക്കും. ഇനി ഭവന വായ്പ അഡ്വാൻസ് ആയിട്ട് 20 ലക്ഷം രൂപ വരെ കിട്ടും. ഇനി ഇതൊക്കെ പോട്ടെ, പുസ്തകങ്ങൾ വാങ്ങാൻ അങ്ങനെ ശീലങ്ങളുണ്ടോ എന്നറിയില്ല. അതായത് പുസ്തകം വായിക്കുന്ന ശീലമുള്ള MLA-മാർ എത്ര പേര് ഉണ്ടെന്ന് എടുത്തു നോക്കിയാൽ മാത്രമേ അറിയാവൂ. എന്തായാലും പുസ്തകങ്ങൾ വാങ്ങാൻ എന്ന പേരിൽ വർഷം ഒരു 15,000 രൂപ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൂടാതെ 2 സ്റ്റാഫിനെ നിയമിക്കുവാനും അവർക്ക് ശമ്പളം എഴുതിയെടുക്കുവാനും ഒക്കെ കഴിയും. തുച്ഛമായ തുക വാടക നൽകിയാണ് കണ്ണായ സ്ഥലത്ത് MLA-യുടെ ഓഫീസ് ഇങ്ങനെ കൈയടക്കി ഭരിച്ചു മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് കാഴ്ച. അപ്പോൾ ഇതോടെ നഗരത്തില് പേരിന് മാത്രം വാടക വാങ്ങിയും കാലങ്ങളായിട്ട് കുടിശ്ശിക നൽകാതെയും പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളുടെ കണക്കെടുക്കുവാനുള്ള നടപടികൾ ഇപ്പോൾ കോർപ്പറേഷനിൽ ആരംഭിച്ചിരിക്കുകയാണ് NDA. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ശാസ്തമംഗലം ഹെൽത്ത് ഇൻസ്പെക്ടർ കാര്യാലയം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് VK പ്രശാന്ത് MLA-യുടെ മണ്ഡലത്തിലെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ആ വാടക ഇനത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മാസം തോറും 871 രൂപയാണ് കൈപ്പറ്റുന്നത്. അപ്പോൾ ഈ തുകയിൽ കൂടുതൽ കെട്ടിട വാടക കാണിച്ച് നിയമസഭയിൽ നിന്ന് കൈപ്പറ്റി വരുന്നത് കുറ്റകരമാണ് എന്നുള്ളതാണ് പരാതിയിലുള്ളത്. ഏകദേശം 8,000-ഓളം രൂപ വാങ്ങുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും
വിഷയം വിവാദമായതോടുകൂടി പല ഇനങ്ങളിലായി നൽകുന്ന അലവൻസുകൾ ഒരുമിച്ച് ചേർത്ത് ന്യായീകരണം നടത്തുവാൻ വി കെ പ്രശാന്ത് ശ്രമം നടത്തുന്നുണ്ട്. ഓഫീസ് കെട്ടിടത്തിന് ചെറിയ തുക വാടകയായി നൽകുകയും ഇതിനായിട്ട് മറ്റൊരു വലിയ തുക നിയമസഭയിൽ നിന്ന് കൈപ്പറ്റുന്നത് നിയമവിരുദ്ധവും സർക്കാരിന് നഷ്ടമുണ്ടാക്കുന്ന പ്രവൃത്തിയുമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. കോർപ്പറേഷന്റെ ശാസ്തമംഗലം ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസ് കെട്ടിടത്തിൽ കൗൺസിലർ ഓഫീസിന് തൊട്ടടുത്ത മുറിയിൽ പ്രവർത്തിക്കുന്ന വി കെ പ്രശാന്ത് MLA ഓഫീസ് ഒഴിയാൻ കൗൺസിലർ ആർ ശ്രീലേഖ ആവശ്യപ്പെട്ടതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ BJPയും LDFും തമ്മിലുള്ള പോര് എന്ന് പറയപ്പെടുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു രാഷ്ട്രീയ പോരിലേക്ക് മാറുന്നു. ഇവിടെ പ്രശാന്തിന്റെ മുഖം മൂടി വലിച്ചു കയറിക്കൊണ്ടൊരു തുടക്കം കുറിക്കുകയും ഇനി അങ്ങോട്ട് ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ 5 വർഷക്കാലം ഈ കോർപ്പറേഷനിൽ നടത്തിയ അഴിമതിയുടെയും അരാജകത്വത്തിന്റെയും ചെയ്തികൾ അത് പുറത്തു വരാൻ പോവുകയും ചെയ്യുന്നു. അതെന്തായാലും പുറത്തു വരും. കാരണം ഇവിടെ BJP എന്ന് പറയപ്പെടുന്നത് BJPക്ക് അവരുടെ നില അത് മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ആ നില മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യം അവർ ചെയ്യാൻ പോകുന്നത് അധികാര കസേരകളിലേക്ക് ഇരിക്കുമ്പോൾ അതിനെ അരക്കിട്ട് ഉറപ്പിക്കുക എന്നൊരു കർമ്മമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം ചെയ്യുന്നത് ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ അഴിമതികൾ കാട്ടിയിട്ടുണ്ട്, ആ അഴിമതികൾ എന്തൊക്കെയാണ് എന്ന് തുറന്നു വിളിച്ചു പറയുവാനുള്ള വലിയൊരു ശ്രമം. കാരണം എന്തായാലും ഇവരിത ഇപ്പോൾ അധികാരത്തിൽ എത്തിയതല്ലേ ഉള്ളൂ. അവർക്ക് എന്തായിരുന്നാലും അഴിമതിയുടെ കറ ഇപ്പോൾ എന്തായാലും ഉണ്ടാകില്ല, ഇനി വരും കാലങ്ങളിൽ ഉണ്ടാകുന്നെങ്കിലേ ഉള്ളൂ. അതുകൊണ്ട് ഇവർക്ക് വിളിച്ചു പറയാം, കള്ളന്മാർ ഇവന്മാരാണ് എന്ന് വിളിച്ചു പറയാം. അത് CPMന് കിട്ടാൻ പോകുന്ന വലിയ അടിയാണ് ഇനിയുള്ളത്. അപ്പോൾ CPMനെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വളരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇല്ലായ്മ ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കാൻ പോകുന്ന പല പദ്ധതികളും, അതായത് അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയ തിരുവനന്തപുരം കോർപ്പറേഷന്റെ എന്തൊക്കെ ചെയ്തികൾ നടന്നിട്ടുണ്ടോ അതെല്ലാം പുറത്തു കൊണ്ടുവരാൻ പോകുന്നു, സമൂഹത്തെ അറിയിക്കാൻ പോകുന്നു. തിരുവനന്തപുരം നഗരസഭയിൽ നടന്ന കെടുകാര്യസ്ഥതയും കൊള്ളയും വളരെ കൃത്യമായി തിരിച്ചറിയിക്കുവാൻ BJP ഭരണത്തിന് കഴിയും. അങ്ങനെയാണ് BJP ഇപ്പോൾ കോർപ്പറേഷൻ തിരിച്ചു പിടിച്ചതിനും അധികാര കൈമാറ്റത്തിനും ശേഷം തലസ്ഥാനത്ത് CPMും BJPയും തമ്മിലുള്ള പോര് കനക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനിയുള്ള നാളുകൾ എന്ന് പറയപ്പെടുന്നത് ആരൊക്കെ അഴിമതി ചെയ്തു, ആർക്കൊക്കെ ജയിലിൽ പോകേണ്ടി വരും, ഇനി നിയുക്ത മേയർ നടത്തുന്ന ഒരു താണ്ഡവമായിരിക്കും ഇനി അങ്ങോട്ട്. കാരണം ഇത്രയും നാൾ അവർക്ക് ഉറഞ്ഞു തുള്ളാൻ പറ്റിയ ഒരു മേഖലയില്ലായിരുന്നു. ഇപ്പോൾ അവർക്ക് അധികാരത്തിന്റെ ഒരു സോപാനം ലഭിച്ചിരുന്നു തിരുവനന്തപുരം നഗരസഭ. അവിടെ അവർ തുടങ്ങുകയാണ്. ഇത് BJPയുടെ ഒന്നാമത്തെ കാൽവയ്പാണ്. നിയമസഭയിലേക്ക് അവർക്ക് നടക്കുവാൻ പറ്റുന്ന ദൂരം വളരെ കുറച്ചാണ് എങ്കിലും അവർക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കൂടുതൽ ദൂരങ്ങൾ നടക്കേണ്ടതുണ്ട്. എങ്കിലും ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ, നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതിനു മുൻപുള്ള ഒരു 3 മാസത്തിനുള്ളിൽ ഈ കോർപ്പറേഷനെ ഒന്ന് അടിച്ചു തളിച്ച് വെടിപ്പാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് തുനിഞ്ഞിറങ്ങുകയാണ് BJPയും ഒപ്പം തന്നെ BV രാജേഷും. ആ മേയറും അവരുടെ പാർട്ടിയും നടത്താൻ പോകുന്ന ഒരു വലിയ തന്ത്രം, അത് അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ പിന്നിൽ നിന്ന് കൊടുക്കുന്ന ബലമാണ്. അത് വളരെ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുവാൻ BV രാജേഷിന് കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMനെ തറപറ്റിച്ചുകൊണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ 10-12 സീറ്റുകൾ, നിയമസഭാ സീറ്റുകൾ വരെ നേടിയെടുക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് അവർക്ക് വളരാൻ കഴിയും.